തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട. കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത കഴിഞ്ഞ PBയിൽ പിണറായിയും MV ഗോവിന്ദനും നിരത്തിയ ന്യായവാദങ്ങളെ നിശിതമായി ബംഗാൾ ഘടകത്തിലെ അംഗങ്ങൾ വിമർശിച്ചിരുന്നു. അതേ വിമർശനം നാളെ ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉണ്ടാകും. CPM ജില്ലാ കമ്മിറ്റികളിലെ ചർച്ചകളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഉയരുന്ന നിശിത വിമർശനവും കേന്ദ്ര കമ്മിറ്റിയുടെ മുൻപാകെ എത്തും. അംഗങ്ങൾക്കും തുറന്നു സംസാരിക്കാൻ അവസരം നൽകണമെന്നും നേതാക്കൾ ആരെയും തടയരുതെന്നുമാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇവയെല്ലാം ക്രോഡീകരിച്ചുള്ള റിപ്പോർട്ടുകളാകും കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ താൻ ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ചകളെക്കുറിച്ചുള്ള വിമർശനമടങ്ങുന്ന റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടി വരും. മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണവും 10 വർഷം ഭരണത്തിലിരുന്ന മുന്നണിയോട് സ്വാഭാവികമായി വരുന്ന മടുപ്പും തോൽവിക്ക് കാരണമായിട്ടുണ്ട്. എങ്കിലും ജനങ്ങളെ ഇത്രയധികം അകറ്റിയതിന് ഇടവരുത്തിയ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. വലിയ വിഭാഗം പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ അകന്നത് പരിശോധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ കേരളത്തിലെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന്റെ മാത്രം ഉത്തരവാദിത്തമായി കണക്കാക്കാനാകില്ലെന്ന നിലപാടായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബി എടുത്തത്. പിണറായി വിജയൻ ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. മീഡിയ 1, ഡൽഹി.